നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തോ അതിനൊപ്പിച്ച ശരീരം വരിക. ശരീരത്തിന് ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ അതങ്ങനെ പോവും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയായി 1:30 മണിയായി നമുക്ക് എന്നും വിശക്കും. കാരണം എന്താണ്, നമ്മളെ നേരത്തെ എന്നും ഭക്ഷണം കൊടുത്ത് ശീലാക്കി ശരീരത്തിന്. അപ്പോൾ ആ നേരം ആകുമ്പോൾ വിശപ്പുണ്ട് വരും. അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, ഭയങ്കര വിശപ്പുണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞാലോ പിന്നാണ് മറക്കും. പിന്നെ ഒരു 3 മണി നേരം ചോറ് നിട്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർമ്മ ആകുക. കാരണം അപ്പോൾ ശരീരത്തിന് മനസ്സിലായി ഈ ചങ്ങായി എൻ്റെ ഒപ്പം കിട്ടൂല. അപ്പോൾ അതിനനുസരിച്ച് റെഡിയാവും. പിന്നെ ഇടയ്ക്കൊന്ന് ഓർമ്മാക്കും. എല്ലാ സംഗതിയും മൂത്രമൊഴിക്കാൻ മുട്ടി അങ്ങനെ തന്നെയാണ്. മൂത്രമൊഴിക്കാൻ മുട്ടി അങ്ങനെ നോക്കുമ്പോൾ എവിടെയും മൂത്രമൊഴിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ എന്താ ഇപ്പം ചെയ്യുക, ഇവിടെ എവിടെയും മൂത്രമൊഴിക്കാൻ പറ്റൂതല്ലോ. അപ്പം മനസ്സ് പാകപ്പെട്ടു. അപ്പം പിന്നെ എല്ലാം അതങ്ങനെയാണ് മറന്നു പോകും. പിന്നെ അത്ര വിഷയം ഉണ്ടാവില്ല. അതിന് പരിയിൽ പോയിട്ട് ഒഴിക്കാമെന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ ശരീരം അതിനാണ്ട് റെഡിയാകും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഓർമ്മാക്കും, മൂത്രമൊഴിക്കാൻ കണ്ടിട്ടോ ഇവിടെ ഉണ്ട്, മറന്നതൊന്നുമല്ല സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി മുട്ടും. അപ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ എന്താ ഇപ്പം ചെയ്യുക, കുറേ നേരം മൂത്രമൊഴിക്കാൻ മുട്ടണേ, പക്ഷെ ഇവിടെ ഒന്നും പറ്റൂതല്ലോ. സാരേ ഇനിയിപ്പോൾ അതിനെ പെരയ്ക്കെത്താൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിന് റെഡിയായി. അത് ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ എങ്ങനെയാണോ ശരീരത്തിനെ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുണ്ടാവും. ചില മനുഷ്യന്മാർക്ക് രാവിലെ ചായ ഇട്ടാഞ്ഞാൽ പിന്നെ അന്ന് ശരിയാവില്ല എന്നറിയും. ബാക്കി ഒന്നും ആണെങ്കിൽ നാസ്തൊന്നും പ്രശ്നമില്ല, രാവിലെ ചായ നിർബന്ധമാണ്. അത് കിട്ടാഞ്ഞാൽ പിന്നെ അന്നത്തെ ശരിയാവില്ല. വെറുതെ കുറച്ച് ദിവസങ്ങളെ ചായ കൊടുക്കാതെ നോക്കി ആ പ്രശ്നം ഉണ്ടാവില്ല. ശരീരശാസ്ത്രം തന്നെ പറയുന്നത് 21 ദിവസം ഒരു സംഗതി ശീലിപ്പിച്ചാൽ ശരീരം അങ്ങനെ പാകപ്പെടുന്നതാണ്. 21 ദിവസങ്ങൾ ചായ തീരെ കുടിക്കാതിരുന്നാൽ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര പ്രശ്നം ഉണ്ടാവും. വല്ലാത്ത പൊടുതേട്, ഇടങ്ങാറ്, ഉറക്കം വരുന്നില്ല, ഉന്മേഷമില്ല, നമ്മളൊക്കെ പിടിച്ചവിടെ നിൽക്കുക. ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ റെഡിച്ച് വരും. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ ചായ എന്നുള്ള അജണ്ടിന് വല്ലാണ്ട് പോവും. പിന്നെ വിഷയമൊന്നുമില്ല. 21 ദിവസം കഴിയുന്നതോടുകൂടി പിന്നെ ചായക്ക് ടേസ്റ്റ് ഇല്ലാതാവും. 22ാമത്തെ ദിവസം നിങ്ങൾ ചായ കുടിച്ചു നോക്കിയാൽ എന്താ എന്തെങ്കിലും കുടിക്കാന്ന് വെക്കും. നിങ്ങൾ മധുരമില്ലാതെ ചായ കുടിക്കുന്ന മനുഷ്യന്മാരില്ലേ, ഷുഗർ പേഷ്യൻസ് തീരെ മധുരം ഉപയോഗിക്കാത്തത്. അപ്പം ഞങ്ങൾക്ക് അത്ഭുതപ്പെടും, എങ്ങനെ മധുരമില്ലാതെ കുടിക്കാന്ന്. ഓരോട് ചോദിച്ചു നോക്കേണ്ടി ഒരു പ്രശ്നവും ഞങ്ങൾ മധുരമായിട്ട് ചായമായിട്ടാണ്, നമുക്കത് പ്രത്യേകിച്ചും തോന്നാനില്ല. അതുപോലെ അങ്ങനെ കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനെ കുടിക്കുന്നു. ശരീരത്തിന് അതിലൊരു ആസ്വാദനമുണ്ട്. ഏതും അങ്ങനെ തന്നെയാണ്. 21 ദിവസം ശീലിപ്പിച്ചാലും 21 ദിവസം ഒഴിവാക്കി ശീലിപ്പിച്ചാലും ശരീരം അതിന് പാകപ്പെടും. പിന്നെ അങ്ങനെ ചായ ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ പിന്നെ ഒരു 21 ദിവസം കുടിക്കേണ്ടി വരും. അപ്പോഴേ പഴയ അവസ്ഥയ്ക്ക് തിരിച്ചെത്തുകയുള്ളൂ. ഇത് മുതലാക്കാൻ പറ്റിയ സമയമാണ് റമദാൻ. അപ്പം നമുക്ക് റമദാനിന് 10 കഞ്ഞി വേണ്ട, ഉച്ചക്ക് ചോറ് വേണ്ട, 4 മണി ചായ വേണ്ട. കാരണം എന്താണ്, അത് റമദാനിലെ ഫസ്റ്റ് ദിവസം തന്നെ ഉച്ചക്ക് നമുക്ക് വിശക്കണില്ലല്ലോ. അതെന്താ കാരണം, നമ്മൾ തലേന്ന് രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ വ്യാഴാഴ്ച മുതൽ നോമ്പാണ്, വ്യാഴാഴ്ച മുതൽ നോമ്പാണ്, വ്യാഴാഴ്ച മുതൽ നോമ്പാണ്. ഇതിങ്ങനെ എപ്പോഴും വരികയാണ്. ഓരോ സാധനം വാങ്ങുമ്പോഴൊക്കെ ഇനിയിപ്പോൾ നോമ്പ് കഴിക്കാണ്. അപ്പം അതിനനുസരിച്ച് നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ അരി പൊടിച്ചു, മല്ലി പൊടിച്ചു, മുളക് പൊടിച്ചു ഒക്കെ റെഡിയാക്കി. അപ്പോഴൊക്കെ എന്താ മനസ്സ്, പള്ളി ക്ലീനാക്കുന്ന എന്താ മനസ്സ്, നോമ്പ് വരികയാണ്. വീട് ക്ലീനാക്കുന്ന എന്താ, നോമ്പ് വരികയാണ്. ഓരോ നോമ്പാണ്. അപ്പം ഇങ്ങനെ ശരീരം ഇപ്പം തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ ചങ്ങാനെ പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഇനി വിശന്നിട്ട് കാര്യമില്ല. അപ്പം മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഉച്ചയ്ക്ക് വിശക്കില്ല. അത്താഴത്തിന് എണീക്കാൻ പ്രശ്നം. ഇപ്പം 4 മണിക്ക് എണീക്കാൻ എന്ത് മടിയാണ്. അലാറം അടിച്ചാലും പിന്നെയും ഓഫാക്കും, പിന്നെയും കിടക്കും, പിന്നെയും അടിക്കും, പിന്നെയും ഓഫാക്കും, പിന്നെയും കിടക്കും. എന്നാൽ അന്നോ 1ാമത്തെ അത്താഴത്തിന് പോലും അലാറം അടിച്ച് നമ്മൾ എപ്പോൾ എണീക്കും. കുട്ടികളൊക്കെ വിളിച്ചുകൊടുത്ത് ഒരു പ്രശ്നം തോന്നുന്നില്ല. കാരണം അതിന് നമ്മൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ശരീരം അതിനനുസരിച്ച് റെഡിയായി. ശരീരത്തിന് അറിയാം ഇനി അതിനപ്പുറം ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതെന്താ നടക്കൂല. അപ്പം പിന്നെ അതിനനുസരിച്ച് ശരീരം റെഡിയാകും. ഇപ്പം നമ്മൾ അതിന് സുബഹിക്ക് കളിക്കലുണ്ടോ? ഇല്ലല്ലോ. നല്ല ദിവസം ഒഴിവുണ്ടെങ്കിലോ ഞായറാഴ്ച നമുക്ക് അന്ന് ഉറക്കം വരും, അല്ലാത്ത ദിവസം ഉറക്കം വരുമല്ലോ. ഞായറാഴ്ച ഓഫീസില്ല, സ്കൂളില്ല, ഒന്നും ഒഴിവാണ്. അപ്പം അന്ന് സുബഹിക്ക് കിടക്കാം. കുട്ടികൾക്ക് സ്കൂളില്ല, പെണ്ണേക്കും ഫ്രീ, എല്ലാവർക്കും ഫ്രീ, കുറച്ച് നേരം കിടക്കാം. ആയിക്കോട്ടെ, ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞത്. അന്ന് ഉറക്കം വരുന്നുണ്ട്. ആ ഉറക്കുന്നത് തിങ്കളാഴ്ച വരാത്തത്. തിങ്കളാഴ്ച നമുക്കറിയാം ഉറങ്ങാൻ പറ്റില്ല എന്നറിയാം. നമുക്ക് ആ നേരത്ത് കുളിച്ച് മാറ്റി ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഉറക്കം വരില്ല. ശനിയാഴ്ച നമ്മൾ മൈൻഡ് സെറ്റാക്കി നാളെ ഫ്രീ ആണ്, അപ്പോൾ ഉറങ്ങാം. അപ്പോൾ ശരീരം കണക്കാക്കി നാളെ പിന്നെ പിടിച്ചാൽ കിട്ടും. അപ്പം നമ്മൾ സെറ്റ് ചെയ്താൽ മതി. തറാവീഹ് സുബഹിസ്കാരം കഴിഞ്ഞ് ഒന്ന് കിടന്നേ പറ്റുള്ളൂ എന്ന് നമ്മളെ ശരീരത്തിനോട് നമ്മൾ പറയരുത്. ഞാൻ പ്രാവശ്യം സുബഹിസ്കരിച്ച് കെടുക്കൂല എന്ന് 100 വട്ടം പറഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. നമ്മളിപ്പോൾ തന്നെ പറയാം, പ്രാവശ്യം ഞാൻ ഉറങ്ങണം തീരുമാനിച്ച സുബഹിക്ക് ശേഷം ഉറക്കമില്ല, അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പറയാം. നമ്മൾ ശരീരം കേൾക്കണം.
നമ്മൾ പറയാം, നമ്മുടെ ശരീരം കേൾക്കേ. അപ്പം ശരീരം ഉറപ്പിക്കും. ഈ പ്രാവശ്യം ഏതായാലും ആ പണി നടക്കൂല.